+2 തുല്യതാ പാഠഭാഗമായ നാടോടികളും വീട്ടുകാരും എന്നുള്ള എസ് ജോസഫിൻ്റെ കവിതയുടെ പ്രവർത്തനങ്ങളാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം അതിലെ ആദ്യത്തെ അവധാരണ ചോദ്യങ്ങൾ എന്നുള്ള പ്രവർത്തനങ്ങൾ. അതിൽ ഒന്നാമത്തെ ചോദ്യം, ആരും പണിയാത്ത വലിയ വീട്ടിൽ കഴിയുന്നത് ആര്? നാടോടികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 2, നാടോടികൾ ഉറങ്ങുന്നത് എവിടെയാണ്? ആരും പണിയാത്ത വലിയ വീട്ടിലാണ് നാടോടികൾ ഉറങ്ങുന്നത്. 3, നാടോടി വർഗത്തെ വീട്ടുകാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അപ്പോൾ നാടോടികളെ കള്ളന്മാരായിട്ടാണ് വീട്ടുകാർ നോക്കിക്കാണുന്നത്. അവർ എങ്ങോട്ട് പോകുന്നു എന്ന് കവിതയിൽ പരാമർശിക്കുന്നത് ആരെയൊക്കെയാണ്? നാടോടി പെൺകുട്ടിയെയും ചെറുക്കനെയും. ഇനി അടുത്ത ചോദ്യം, കൂട്ടിപ്പിടിച്ച വളയങ്ങളുമായി യാത്ര പോകുന്നത് ആരാണ്? വീട്ടുകാർ. അടുത്തത്, നാടോടികളും വീട്ടുകാരും താമസിക്കുന്ന വീടുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാം? വീട്ടുകാർ സ്വയം പണിത ചെറിയ വീടുകളിൽ കഴിയുന്നു. വീടിന് മേൽക്കൂരയുണ്ട്. നാടോടികൾ ആരും പണിയാത്ത വലിയ വീടായ പ്രകൃതിയിലാണ് ജീവിക്കുന്നത്. അപ്പം ഇത്രയാണ് അവധാരണ ചോദ്യങ്ങളിൽ വരുന്നത്. അടുത്തത് അതിലെ അപഗ്രഥന ചോദ്യങ്ങളാണ്. അതിലൊന്ന്, വീട്ടുകാരുടെ ജീവിതത്തെ കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. വിശകലനം എന്ന് പറയുമ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിനെ നമ്മളൊന്ന് മനസ്സിലിട്ടിട്ട് എന്താണ് അതിൻ്റെ ആശയം എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീട്ടുകാരുടെ ജീവിതത്തെ കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വീട്ടുകാരുടെ ജീവിതം എന്താണ്? വീട്ടുകാർ അവർ പണിത വീടുകളിലാണ് താമസിക്കുന്നത്. വളയങ്ങൾ കൂട്ടിപ്പിടിച്ചാണ് അവരുടെ യാത്ര. രാത്രി അവർ ചന്ദ്രനെ കാണാതെയാണ് ഉറങ്ങുന്നത്. പിന്നെ സ്വന്തം മകനെ കുളിപ്പിച്ചൊരുക്കി കുട ചൂടിച്ച് വിദ്യാലയങ്ങളിൽ അയക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പെൺകുട്ടി ചെറുക്കൻ്റെ കൂടെ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ജീവിതമാണ് വീട്ടുകാർക്ക് ഉള്ളത് എന്ന് കവി പറയുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരേ തീ കത്തുന്നു, ഒരേ ചൂട് കിട്ടുന്നു, ഒരേ സൂര്യൻ ഉദിക്കുന്നു, ഒരേ സൂര്യൻ മറയുന്നു, ഒരേ പ്രകൃതി വിളിക്കുന്നു, ഒരേ ശബ്ദം കേൾക്കുന്നു. നാടോടികളുടെ ജീവിതത്തെ അവതരിപ്പിക്കുന്നതിന് കവി തിരഞ്ഞെടുത്ത ഇത്തരം സൂചകങ്ങളിലെ ആശയങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. അപ്പോൾ തീ കത്തുമ്പോൾ ചൂടും, സൂര്യൻ ഉദിക്കുമ്പോൾ പ്രകാശവും, മഴ പെയ്യുമ്പോഴുള്ള കുളിർമയും അത് പ്രകൃതിദത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും ഒരേപോലെയാണ് കിട്ടുന്നത്. പിന്നെ നാടോടികളുടെ ശബ്ദത്തെ ആരും തന്നെ കാര്യമാക്കുന്നില്ല. അവർ അവഗണിക്കപ്പെട്ട വിഭാഗമായിട്ട് തുടരുന്നു. നേരെ മറിച്ച് പ്രകൃതിയാണെങ്കിൽ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെയാണ് കാണുന്നത്. അപ്പോൾ പ്രകൃതി വിഭവങ്ങളായിട്ടുള്ള തീ, അതേപോലെ സൂര്യൻ, ചന്ദ്രൻ, മഴ, ഇതൊക്കെ ഇവിടുത്തെ എല്ലാവർക്കും ഒരേപോലെയാണ് പ്രകൃതി വീതിച്ച് നൽകിയിട്ടുള്ളത്. അപ്പോൾ നാടോടികൾക്ക് പക്ഷേ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. അല്ലാതെ നിയമപരമായിട്ടുള്ള പരിരക്ഷകളോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സംരക്ഷണമോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല എന്നും കൂടി കവി കൂട്ടിച്ചേർക്കുകയാണ്. ഇനി അതിൽ മൂന്നാമത്തെ ചോദ്യം, മലയാളികളുടെ കുടുംബസങ്കല്പം നാടോടികളും വീട്ടുകാരും എന്നുള്ള കവിതയിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചിരിക്കുന്നത്? വിശദീകരണക്കുറിപ്പ് എഴുതുക എന്നാണ്. ഇപ്പോൾ മലയാളികളുടെ കുടുംബസങ്കല്പം എന്ന് പറയുന്നത് എന്താണ്? കുടുംബത്തിന് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ കെട്ടുറപ്പുള്ള കുടുംബ സംവിധാനത്തിലാണ്. പിന്നെ അവർക്ക് അന്തി ഉറങ്ങാനുള്ള ഒരു വീട് അതവർ സ്വയം നിർമ്മിക്കും. പിന്നെ അവരുടെ ജീവിതത്തിൽ മുഴുവനും കുടുംബ ബന്ധങ്ങളെ അവരെ കൂട്ടിപ്പിടിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അന്തഛിദ്രങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും അതിനെയൊന്നും വകവയ്ക്കാതെ കുടുംബ ബന്ധങ്ങളെ അങ്ങനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബ അന്തരീക്ഷമാണ് മലയാളിക്ക് ഉള്ളത് എന്ന് കവി പറയും. ഇനി അതിൽ അടുത്ത ചോദ്യം, ഒരു വീട്ടമ്മ മകനെ കുളിപ്പിക്കുന്നു, നാടോടി പയ്യനെ മഴ കുളിപ്പിക്കുന്നു. ഒരു വീട്ടമ്മ മകനെ കുട ചൂടിച്ച് പള്ളിക്കൂടത്തിലേക്ക് വിടുന്നു. നാടോടിയായ അമ്മ മകനെ വെയിൽ ചൂടിച്ച് ജീവിതത്തിലേക്ക് വിടുന്നു. അപ്പോൾ ഈ വരികളിൽ തെളിയുന്ന വൈരുദ്ധ്യങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് എഴുതുക എന്നാണ്.
അപ്പോൾ ഒന്നിൽ നാടോടി സ്ത്രീ അവരുടെ മകനെ പ്രകൃതിയാണ് അവൻ്റെ വിദ്യാലയം, പ്രകൃതിയാണ് അവന് വേണ്ടതൊക്കെ നൽകുന്നത്, അപ്പോൾ പ്രകൃതിയാണ് അവൻ്റെ അമ്മ, ആ രീതിയിലാണ് വളർത്തുന്നത്. നേരെ മറിച്ച് വീട്ടമ്മയാണെങ്കിൽ അവരുടെ മകനെ അവർ തന്നെ സ്വയം കൃത്രിമമായിട്ടുള്ള ഒരു ജീവിത രീതി പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടമ്മ മകനെ കുളിപ്പിച്ചൊരുക്കി കുട ചൂടിച്ച് സ്കൂളിലേക്കാണ് വിടുന്നത്. പക്ഷെ നാടോടിയായ അമ്മ അവരുടെ മകനെ പ്രകൃതിയിലേക്ക് തുറന്നു വിടുന്നു. പ്രകൃതിയിലുള്ള എല്ലാ കഷ്ടതകളും അനുഭവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് ജീവിതത്തിനെ കെട്ടിപ്പടുക്കാനുള്ള ഒരു ശ്രമം വളർത്തുകയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ വീട്ടമ്മയുടെ മകൻ പുസ്തക പരിചയത്തിലൂടെ മാത്രമാണ് ജീവിതം അനുഭവിക്കുന്നത്. അപ്പോൾ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നുള്ള ആ ഒരു സങ്കല്പം, അല്ലെങ്കിൽ ആ ഒരു തത്വം, അത് നാടോടി പയ്യൻ്റെ ജീവിതത്തിലൂടെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇനി അതിൽ വിലയിരുത്തൽ ചോദ്യങ്ങളാണ്. യഥാർത്ഥ പാഠശാലയും പാഠപുസ്തകങ്ങളും സ്വന്തം ജീവിതാനുഭവങ്ങൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവാണ് നാടോടികളെ വീട്ടുകാരിൽ നിന്നും വേറിട്ടു നിർത്തുന്നത്. ഈ അഭിപ്രായത്തിൻ്റെ സാങ്കത്യം പരിശോധിച്ച് ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ യഥാർത്ഥ പാഠശാലയും പാഠപുസ്തകങ്ങളും സ്വന്തം ജീവിതാനുഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവാണ് നാടോടികളെ നയിക്കുന്നത്, അല്ലെങ്കിൽ നാടോടികളെ വീട്ടുകാരിൽ നിന്ന് തിരിച്ചു നിർത്തുന്നത്. വീട്ടുകാരെന്താണ്, യഥാർത്ഥ ജീവിതം അവർ പഠിക്കുന്ന പുസ്തകങ്ങളിലൂടെയാണ്, പക്ഷെ നാടോടി അത് സ്വയം അനുഭവിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നാടോടികൾ തെരുവിലും പ്രകൃതിയിലും ഒക്കെ ആയിട്ട് അവരുടെ ജീവിതം അങ്ങനെ നയിക്കുന്നവരാണ്. വീട്ടുകാരാണെങ്കിൽ സ്വന്തം വീടിനുള്ളിൽ, സ്വന്തം കുടുംബത്തിൻ്റെ ഉള്ളിൽ മാത്രം അവരുടെ ജീവിതം നയിക്കുന്നവരാണ്. പിന്നെ പ്രകൃതി വിഭവങ്ങൾ എല്ലാവർക്കും ഒരേപോലെയാണെങ്കിലും നാടോടി ആ പ്രകൃതി വിഭവങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവൻ്റെ ജീവിത അനുഭവങ്ങൾ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അനുഭവം തന്നെയാണ്. പ്രകൃതിയാകുന്ന പാഠശാലയാണ് അവൻ്റെ വിദ്യാലയം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉപന്യാസം തയ്യാറാക്കേണ്ടത്. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം, ലോകമേ തറവാട് എന്ന വിശാലമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നാടോടികളും വീട്ടുകാരും എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ലോകമേ തറവാട്, നാടോടികൾ അങ്ങനെയാണല്ലോ, എൻ്റെ തറവാട് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് യാതൊന്നും തന്നെ കാണിച്ചു കൊടുക്കാനായിട്ടില്ല. ജീവിതത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെയാണ് ഇരിക്കാവൂ എന്നുള്ള ഏതെങ്കിലും ഒരു ചാഢ്യം അവർക്കില്ല. അപ്പം അങ്ങനെ ഈ ലോകം തന്നെയാണ് അവരുടെ തറവാട് എന്നുള്ള കാഴ്ചപ്പാടിൽ ലോകം തന്നെയാണ് അവരുടെ വീട് എന്നുള്ള കാഴ്ചപ്പാടിലാണ് നാടോടികൾ. അപ്പം ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നാടോടികളും വീട്ടുകാരും എന്നുള്ള കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആസ്വാദനക്കുറിപ്പ് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ കവിത എങ്ങനെയാണോ ആസ്വദിക്കാനായിട്ട് കഴിഞ്ഞത് ആ രീതിയിലാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറയേണ്ടായിട്ടുണ്ട്, നമുക്ക് ആസ്വാദനക്കുറിപ്പ് ആ രീതിയിൽ വളരെ സാഹിത്യ ഭംഗി കലർത്തി സ്വന്തമായിട്ടുള്ള ഒരു ശൈലിയിൽ വികസിപ്പിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ആസ്വാദനക്കുറിപ്പിന് ഉള്ള ആ ഒരു ഘടന നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ആ ഒരു ഘടന സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ഖണ്ഡികയിലെ എഴുത്തുകാരനെ കുറിച്ചും കവിതയെക്കുറിച്ചും ഉള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എഴുതണം, ഒരു ആരംഭ പാരഗ്രാഫായിട്ട് എഴുതണം. അതിനുശേഷം പാരഗ്രാഫ് 2-3 പാരഗ്രാഫുകളായിട്ട് ആ കവിതയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ നമുക്കതിൽ ഇഷ്ടമായിട്ടുള്ള ആശയം എന്താണ്, ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാണ്, എന്താണ് ആ കവിത കൊണ്ട് പിന്നെ കവി നമുക്ക് തരാനായിട്ട് വെച്ചിരിക്കുന്ന സന്ദേശം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കൂടി എഴുതിയിട്ടാണ് ആസ്വാദനക്കുറിപ്പ് അവസാനിപ്പിക്കേണ്ടത്. ഇനി അതിൽ അടുത്ത ചോദ്യം, എട്ടുകാലികൾ, ഞാഞ്ഞൂലുകൾ, കൂട്ടിപ്പിടിച്ച വളയങ്ങൾ, വെയിൽ ചൂടിച്ച ജീവിതം എന്നീ വാക്കുകൾ കവിതയ്ക്ക് നൽകുന്ന പ്രയോഗ ഭംഗി കണ്ടെത്തി വിശദീകരിക്കുക. അപ്പോൾ അവിടെ എട്ടുകാലികൾ, കസേരയിൽ വീട്ടുകാരൻ ഇരിക്കുന്നു, അടിയിൽ എട്ടുകാലികൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളവിടെ പറയുകയുണ്ടായി, എട്ടുകാലികൾ എപ്പോഴും എന്താണ്, ഇരയെ പിടിക്കാനായിട്ട് വല നെയ്യുന്നവരാണ്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ വീട്ടുകാരൻ്റെ അവസ്ഥ ഇതാണ്. ഏത് സമയം ഇരയെ പിടിക്കാനായിട്ട് ഇരിക്കുന്ന
എട്ടുകാലികളെ പോലെ ഒന്നിച്ചു ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് വീട്ടിലുള്ളത്. അപ്പോൾ വീടിങ്ങനെ കുടുംബ ബന്ധങ്ങളെ കൂട്ടിപ്പിടിക്കുക മാത്രമാണ്, കൂട്ടിപ്പിടിച്ച വളയങ്ങൾ എന്നുള്ളത് കൊണ്ട് അതും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജീവിതമാകുന്ന യാത്രയിലെ കൂട്ടിപ്പിടിച്ച വളയങ്ങളിലൂടെ വീട്ടുകാരൻ അങ്ങനെ കടന്നു പോവുകയാണ്. അപ്പം അവിടെ വലിയ സിംഹാസനത്തിൽ ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തിലാണ് അല്ലെങ്കിൽ സുഖലോലുപതയിലാണ് ജീവിക്കുന്നതെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ് വീട്ടുകാരൻ്റേത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ എപ്പോഴും ഇരപിടിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണിച്ചു തരികയാണ് എട്ടുകാലി എന്നുള്ള ആ ഒരു ബിംബത്തിലൂടെ ചെയ്യുന്നു. പിന്നെ ഞാഞ്ഞൂലുകൾ എന്നുള്ളിടത്ത് രണ്ട് കാര്യങ്ങൾ അവിടെ കവി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒന്ന്, ഞാഞ്ഞൂലുകൾ പ്രകൃതിയുടെ കലപ്പയാണ്, എന്നും അവർ പ്രകൃതിക്ക് ഉപകാരം മാത്രം ചെയ്യുന്നവരാണ്, ആരും ദ്രോഹിക്കാത്തവരാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാഞ്ഞൂലുകൾക്കും വിഷം വരാം. അപ്പോൾ ഒരുപാട് തഴയപ്പെടുമ്പോൾ, ഒരുപാട് മാറ്റി നിർത്തപ്പെടുമ്പോൾ, ഒരുപാട് ഒഴിവാക്കപ്പെടുമ്പോൾ ഈ ഞാഞ്ഞൂലുകൾക്കും വിഷം ഉണ്ടാവാനുള്ള, അപ്പോൾ പിന്നെ ചവിട്ടി മെതിക്കുമ്പോൾ തിരിച്ചു കടിക്കാനുള്ള ഒരു അവസ്ഥ അവരിലും ഉണ്ടാവും എന്നുള്ളൊരു സൂചനയും കൂടിയാണ് തരുന്നത്. അപ്പോൾ നാടോടികൾ അല്ലെങ്കിൽ ഈ മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗങ്ങൾ എന്നെങ്കിലും സംഘടിച്ച് ഈ ഭരണകൂടങ്ങൾക്കെതിരെ തിരിയാം, അല്ലെങ്കിൽ ആധുനിക മനുഷ്യനെതിരെ തിരിയാം എന്നുള്ളൊരു സൂചന. പിന്നെ വെയിൽ ചൂടിച്ച ജീവിതം എന്നാണ് പറഞ്ഞത്. പ്രകൃതി തന്നെയാണ്. അമ്മ വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് കുട ചൂടിച്ച് പള്ളിക്കൂടത്തിലേക്ക് അയക്കുന്നു. നേരെ മറിച്ച് നാടോടി പയ്യനെ അമ്മ വെയിൽ ചൂടിച്ചാണ് ജീവിതത്തിലേക്ക് അയക്കുന്നത്. വെച്ചാൽ പ്രകൃതിയിൽ വെയിലെന്ന് പറയുന്ന പൊള്ളുന്ന വെയിലെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. ഈ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ കൂടെ പോയി അതിൻ്റെ പ്രാരാബ്ദങ്ങളെ മുഴുവനായിട്ട് അറിഞ്ഞ് അതിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നാടോടി പയ്യന് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും അവൻ വെയിലത്ത് വാടുന്നില്ല. ഇത്രയാണ് അതിൽ വിലയിരുത്തൽ ചോദ്യങ്ങളിൽ വരുന്നത്. പിന്നെ തുടർ പ്രവർത്തനങ്ങളാണ്. അതായത് സമകാലിക കവിതകളുടെ പ്രത്യേകതകളെക്കുറിച്ച് ഒരു ലഘുവിവരണം തയ്യാറാക്കാനായിട്ടാണ് തുടർ പ്രവർത്തനം പറഞ്ഞിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നാടോടികളുടെ കുടുംബജീവിതം എന്ന വിഷയത്തിൽ ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കുക. എഡിറ്റോറിയൽ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഒരു വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു പത്രത്തിനുള്ള കാഴ്ചപ്പാട് പേജാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പത്രത്തിൻ്റെ അഭിപ്രായമാണ് എഡിറ്റോറിയലിൽ വരുന്നത്. അപ്പോൾ ഇവിടെ അതേപോലെയുള്ള ഒരു എഡിറ്റോറിയൽ നാടോടികളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നാടോടികളും വീട്ടുകാരും എന്നുള്ള കവിതയിലെ പ്രവർത്തനങ്ങളിൽ വരുന്നത്.